ഇന്നത്തെ റെസിപ്പി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഗ്രീക്ക് സാലഡാണിത്. ഇത് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഓതൻറ്റിക് ആയിട്ടുള്ള ആ റെസിപ്പി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന ഇലകളൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ അതില്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ലെറ്റ്യൂസിൻ്റെ ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡും ഗ്രീനും 2 ലീഫും എടുത്തിട്ടുണ്ട്. ഇത് സാലഡ് ബോക്സായിട്ട് മേടിക്കാൻ കിട്ടും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ 2 കളർ ലീഫും. പിന്നെ ഇതിൻ്റെ കൂടെ ബേബി ടൊമാറ്റോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുക്കുംബറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് കുക്കുംബറാണ്. നമ്മൾ സാധാരണ കുക്കുംബർ എടുത്താലും മതി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. മറ്റത് നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല, ഏതായാലും മതി. ഇത് ഞാൻ അധികം കനയില്ലാതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് റെഡ് ക്യാപ്സിക്കാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ യെല്ലോ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാലഡ് നല്ല കളർഫുള്ളായിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. പല കളർ ക്യാപ്സിക്കം ഇല്ലയെന്ന് കരുതി ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി സവോളയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഹാഫ് സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. സാലഡ് ബോക്സിൽ നിന്ന് കിട്ടിയതാണ് ഈ ബേബി ടൊമാറ്റോ. അത് 3 ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധാരണ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത ടൊമാറ്റോ വേണം ചേർക്കാനേ. ഇതൊക്കെ ഈ ഒരു വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കാവേ. ഇനി പുളിയില്ലാത്ത ഒരു തക്കാളിയുടെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട്. പല കളറുള്ള വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം. പക്ഷേ അതൊക്കെ കുറച്ച് കനം കുറച്ചിട്ട് ചേർക്കണം, കാരണം നമ്മളത് പച്ചക്കല്ല കഴിക്കുന്നത്. ഇനി കുറച്ച് ബ്ലാക്ക് ഒലിവും കൂടെ ചേർക്കാം. ഇതൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇത് കണ്ടോ, നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. ഈ ഒരു സോസ് നമ്മൾ സാലഡിലേക്ക് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർക്കാൻ പാടുള്ളൂ, ഇല്ല കയ്പ്പ് വരുവേ. അപ്പം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയാണ്. അത് പച്ചക്ക് ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി. ഇപ്പം ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയുടെ പൊടിയാണ്. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനതൊരു 1/2 ടീസ്പൂൺ ചേർക്കുക. ഇതുപോലെ വെളുത്തുള്ളിയുടെ ഒണിയൻ്റെയൊക്കെ പൊടി വാങ്ങാനായിട്ട് കിട്ടും. ഞാനത് ഇടയ്ക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട്, പാസ്തയ്ക്കകത്തൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചിരുന്നത്. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇല്ല എങ്കിൽ മിക്സഡ് ഹെർബ് ചേർക്കാം. പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടില്ലേ പാക്കറ്റായിട്ട്, അതെടുത്ത് വെച്ചിരുന്ന് ചേർത്താലും മതി. ഇത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സാലഡ് കഴിക്കുന്ന സമയത്ത് മാത്രം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സാലഡിലേക്ക് ഞാൻ 1-2 സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർക്കുന്നുണ്ട്. പനീർ പച്ചക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വറുത്തിട്ടൊന്നും ഇടരുത്. പനീർ കൈ കൊണ്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാവേ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സലാഡ് ഡ്രസ്സിങ്ങിൻ്റെ മേളിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് രാത്രിയിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു സാലഡ് കഴിച്ച്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്